12ാം ക്ലാസ്സുകാരുടെ മലയാളത്തിലുള്ള ദർപ്പണം എന്ന് പറയുന്ന യൂണിറ്റിലെ മോഷണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അയ്യപ്പ പണിക്കർ അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹാസ്യാത്മകമായ രീതിയിൽ സമൂഹത്തിൽ നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ നല്ലതും ചീത്തയും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വേർതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നല്ലത് എന്താണ് എന്ന് ചോദിക്കുന്നതും അപ്പൊ നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിഷനും ഇല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഭയങ്കര വിശന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി പോയി മോഷ്ടിച്ച് കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ മോഷണം വലിയൊരു കുറ്റമാണ് എന്ന് പറഞ്ഞ് ക്ലിയർ കട്ട് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈന് ആ ഒരു വേർതിരിവിനെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇങ്ങനെ നമ്മൾ മാറ്റി നല്ലത് ചീത്ത എന്നിങ്ങനെ അടിവരയിട്ട് പറയുന്ന സംഭവങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് ശരിക്കും മോഷണം എന്ന് പറയുന്ന ചാപ്റ്റർ അയ്യപ്പ പണിക്കർ സാറ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മോഷണം എന്ന് പറയുന്നതിൽ 10 രൂപ നമ്മൾ പോക്കറ്റ് അടിച്ച ആള് പട്ടിണി കാരണം 10 രൂപ പോക്കറ്റ് അടിച്ച അയാളെ വലിയ കുറ്റവാളിയാക്കും, അയാളെ വലിയ കള്ളനാക്കും. അപ്പൊ ശരിക്കും അയ്യപ്പ പണിക്കർ സാറ് പറയുന്നത് ഈ 10 രൂപ ഞാൻ എന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്റെ എന്താ പറയാ സസിസ്റ്റൻസിന് വേണ്ടിയിട്ട്, അതായത് ഞാൻ നിന്ന് പോവാനായിട്ട് ജീവിച്ചു പോവാനായിട്ട് ഞാൻ 10 രൂപ മോഷ്ടിച്ച എന്നെ നീ കള്ളന്ന് വിളിക്കല്ലേ, ഞാനൊരു വെറും മോഷ്ടാവല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഞാൻ വെറും ഒരു മോഷ്ടാവല്ലേ എന്ന് പറയുന്നത് നീ മോഷണത്തിനെ അങ്ങ് നിസ്സാരമാക്കുകയാണ് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത്. വലിയ കളവൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ വലിയ കള്ളന്മാരും വലിയ കളവുകളും ഉള്ളപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വലിയ തലത്തിലുള്ള മോഷണങ്ങളും കളവുകളും നടത്തുമ്പോൾ എന്റെ കളവ് വെറും നിസാരമല്ല. അപ്പൊ നീ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. കള്ളൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെ നീ എന്ത് വിളിക്കും? ഞാൻ വെറും ഒരു മോഷ്ടാവാണ്. അപ്പൊ ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നതിലും നിങ്ങള് ഈ പറയുന്നത് പോലെ ലെവൽസ് കൊടുക്കണം. ഞാൻ വെറും മോഷ്ടാവാണ്, പക്ഷെ വലിയ വലിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു 10 രൂപ പോക്കറ്റ് അടിച്ചാൽ അയാള് കുറ്റവാളിയാവും. അതേസമയം ബാങ്കിൽ നിന്നൊക്കെ കോടികൾ കൈയിട്ട് വരുന്ന ആൾക്കാരോ അവര് മിടുക്കന്മാരാണ്, വലിയ കാര്യപ്രാപ്തി ഉള്ളവരാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. അതാണ് ഇത് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ തുണി മോഷ്ടിച്ചത് കാണുന്നവരുടെ നാണം കാക്കാനായിരുന്നല്ലോ, അവരുടെ നാണം കാക്കാനായിരുന്നല്ലോ എന്നാണ് രണ്ടാമത്തെ സ്ഥാൻസ. അപ്പൊ ഞാൻ മൂന്നാമത്തെ എന്താ? കോഴിയെ മോഷ്ടിച്ചെങ്കിൽ അത് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, എനിക്ക് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ. പശുവിനെ മോഷ്ടിച്ചതോ പാല് കുടിക്കാനായിരുന്നല്ലോ, പശുവിൻ പാല് കുടിക്കാനായിരുന്നല്ലോ. കോഴി ഇറച്ചിയും പശു ഒന്നും വൈദ്യൻ പോലും വിലക്കിയിട്ടില്ല, എന്റെ വൈദ്യൻ പോലും വിലക്കിയിട്ടില്ല. അപ്പൊ തുണി മോഷ്ടിച്ചത് എന്തിനാണ്? നാണം കാക്കാനായിരുന്നു. ആരുടെ നാണം കാക്കാൻ? അവിടെയും ആക്ച്വലി ട്വിസ്റ്റ് ഉണ്ട്. കാണുന്നവരുടെ നാണം കാക്കാനായിരുന്നു. എനിക്ക് ഡ്രസ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ തുണിയില്ലാതെ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നാണക്കേടാണ്. ബാക്കിയുള്ളവർക്ക് കണ്ടോണ്ടിരിക്കുമ്പോ നാണം വരും, എനിക്ക് പ്രത്യേകിച്ച് നാണമൊന്നുമില്ല. അപ്പൊ ബാക്കിയുള്ളവരുടെ നാണം കാക്കാനാണ് ഞാൻ തുണി ഇട്ടുകൊണ്ട് നടക്കുന്നേ എന്നാണ് അയ്യപ്പ പണിക്കര് പറയുന്നത് തന്നെ. അതേപോലെ കോഴിയെ മോഷ്ടിച്ചത് എന്തിനാ? പൊരിച്ചു തിന്നാൻ. വിശപ്പ് കാരണം എനിക്ക് പൊരിച്ചു തിന്നണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കോഴിയെ മോഷ്ടിച്ചത് തന്നെ. അതുപോലെ പശുവിനെ മോഷ്ടിച്ചതോ പാല് കുടിക്കാനാണ്. എന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എനിക്ക് വിശപ്പും ഈ പറയുന്നത് പോലെ തുണിയും ഒക്കെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പാടില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത് പോലെ മോഷണം നടത്തിയത്. അപ്പൊ ഇത് രണ്ടും വൈദ്യൻ പോലും വിലക്കാത്തതാണ്. എന്റെ അടിസ്ഥാനമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാന് മോഷണം തന്നെ നടത്തിയത്. ആരോഗ്യത്തിന് പോലും ഹാനികരമല്ല ഇത്രയും സംഭവങ്ങൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ, നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ വെറുതെ അവനെ പിടിച്ചിട്ട് കള്ളനാക്കും. നിങ്ങളുടെ ചട്ടം എന്ന് പറയുന്നത് അവനെ വെറുതെ പിടിച്ചിട്ട് കള്ളനാക്കും. അപ്പൊ ഈ ചട്ടം ശരിയല്ല. പക്ഷെ നല്ല വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് വളരെ നല്ല മനുഷ്യരും ആണ്. അവര് വലിയ സ്ഥാനത്തൊക്കെ ആയിരിക്കും സമൂഹത്തിൽ ജീവിക്കുന്നത്, പക്ഷെ അവര് കോടികളായിരിക്കും കൈയിട്ട് വാരിയിടുന്നത്.
സോ നിങ്ങളുടെ ചട്ടം ശരിയല്ല മാഷെ, നിങ്ങളുടെ ലോസ് ഒന്നും ശരിയല്ല. കുഞ്ഞു കുഞ്ഞു മോഷണങ്ങൾ നടത്തിയാൽ അവനെ കള്ളനാക്കുന്ന ചട്ടം ശരിയല്ല. ഈ ചട്ടങ്ങളെ നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങളെ പിടിച്ചു മാറ്റും എന്നും കൂടിയിട്ടാണ് അയ്യപ്പ പണിക്കർ അദ്ദേഹം ഈ കവിതയിൽ കൂടിയിട്ട് സമൂഹത്തിനോട് പറയുന്നത്. സോ ഇതിൽ കൂടിയിട്ട് എന്താ പറയുന്നത്, എല്ലാ ആൾക്കാരെയും വലിയ വലിയ കള്ളന്മാരാക്കരുത്. കുഞ്ഞു കുഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ കുറച്ച് ഇഗ്നോർ ചെയ്യണം. വിശപ്പിന്റെ വിളി കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതിൽ കൂടി ഒരു കാര്യം കൂടി പറയുന്നത്, കുറെ പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മലക്കറി വാങ്ങിക്കുന്നു, വെജിറ്റബിൾ വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ പാവപ്പെട്ട കടകളിൽ നിന്നൊക്കെ നിങ്ങൾ തുണികൾ വാങ്ങിക്കാൻ കയറുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾ വലുതായിട്ട് തർക്കിക്കരുത്. അവരൊക്കെ 5 രൂപയ്ക്കായിരിക്കും അല്ലെങ്കിൽ 10 രൂപ ലാഭത്തിനായിരിക്കും സംഭവങ്ങൾ വിൽക്കുന്നത്. അവർക്ക് കൂടിപ്പോയാൽ എത്ര കിട്ടും? മറിച്ച് നിങ്ങൾ വലിയ കടകളിൽ പോകുമ്പോഴത്തേക്കും ഒരക്ഷരം പറയാതെ 1000 രൂപ 2000 രൂപ കൊടുത്തിട്ട് തുണി വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ തർക്കിക്കാത്തത് നിങ്ങൾ പാവപ്പെട്ടവരുടെ അടുത്ത് പോയി തർക്കിക്കാൻ പാടില്ല. വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് തർക്കിക്കാൻ പാടില്ല. സോ അതാണ് നമുക്ക് കള്ളൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.